26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. ഇനി മുതൽ ട്രെയിൻ യാത്രയിൽ ടിക്കറ്റിന്റെ സ്ക്രീൻഷോട്ട് കാണിച്ചാൽ പറ്റില്ല. സ്ക്രീൻഷോട്ട് സാധുവായ രേഖയല്ലെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് റെയിൽവേ. ഫോട്ടോയും അംഗീകരിക്കില്ല. ഈ ടിക്കറ്റോ കൗണ്ടറിൽ നിന്നുള്ള ടിക്കറ്റോ നേരിട്ട് ഹാജരാക്കണം. വാട്സാപ്പിൽ അയച്ചതോ ടിക്കറ്റിന്റെ ഫോട്ടോയോ സ്ക്രീൻഷോട്ടോ പരിശോധനയിൽ കാണിക്കാറുണ്ട്. എന്നാൽ ഇനി ആ ടിക്കറ്റ് എക്സാമിനർ അനുവദിച്ചു നൽകുന്നതല്ല. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ട്രെയിൻ ടിക്കറ്റ് ഉപയോഗിച്ച് തട്ടിപ്പുകൾ നടക്കുന്നതായി കണ്ടെത്തിയതോടെയാണ് പുതിയ നടപടി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വാട്സാപ്പിൽ ലഭിക്കുന്ന ട്രെയിൻ ടിക്കറ്റിന്റെ ഫോട്ടോയോ സ്ക്രീൻഷോട്ടോ യാത്രയ്ക്കുള്ള സാധുവായ രേഖയായി റെയിൽവേ അംഗീകരിക്കാത്തത്. സ്ക്രീൻഷോട്ടുകൾ എളുപ്പത്തിൽ തിരുത്താനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും സാധിക്കുമെന്നും റെയിൽവേ ചൂണ്ടിക്കാട്ടുന്നു. ടിക്കറ്റിന് തെളിവായി വാട്സാപ്പിൽ അയച്ച പകർപ്പുകളോ സ്ക്രീൻഷോട്ടുകളോ PDF അംഗീകരിക്കില്ല. റെയിൽ വൺ ആപ്പ് വഴി ബുക്ക് ചെയ്യുന്ന ഡിജിറ്റൽ അൺറിസർവ്ഡ് ടിക്കറ്റുമായി യാത്ര ചെയ്യുന്നവർ ബുക്കിംഗ് നടത്താൻ ഉപയോഗിച്ച അതേ മൊബൈൽ ഫോണിൽ ഒറിജിനൽ ടിക്കറ്റിന്റെ പകർപ്പുകൾ ഹാജരാക്കണം. യാത്രക്കാരൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത ഫോണിൽ തന്നെ ടിക്കറ്റ് ഉണ്ടായിരിക്കണമെന്നാണ് റെയിൽവേയുടെ പുതിയ നിയമം. കൂടാതെ ട്രെയിൻ പുറപ്പെടുന്നതിന് മുൻപ് യാത്രക്കാർ ഡിജിറ്റൽ അൺറിസർവ്ഡ് ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ട്രെയിൻ കടന്നുപോയ ശേഷം എടുത്ത ടിക്കറ്റ് അസാധുവായി കണക്കാക്കും. ഫോട്ടോ ഐഡന്റിറ്റി കാർഡും യാത്രയിൽ നിർബന്ധമാണ്. റെയിൽവേയുടെ പുതിയ തീരുമാനം പ്രായമായ യാത്രക്കാർക്കും സുഹൃത്തുക്കളെ ആശ്രയിക്കുന്ന മറ്റുള്ളവർക്കും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ അസൗകര്യമുണ്ടാക്കുമെന്ന പരാതിയും ഉയരുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.